എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. ആറ്റുകാൽ, കൊടുങ്ങല്ലൂർ, ചക്കുളത്തുകാവ്, ചെട്ടിക്കുളങ്ങര, ഓച്ചിറ, ചോറ്റാനിക്കര മുതലായവ പോലെ കേരളത്തിൽ ശബരിമല മാറ്റി നിർത്തിയാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ. വളവട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു. പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്ക് ഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാകും. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല. ഭണ്ണാരം എഴുന്നള്ളത്തു നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. എടവ മാസത്തിലെ ചോതിനാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്രം നാൾ വരെയുള്ള ദിവസങ്ങളിലാണ് അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഇതര ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തതകൾ ഉള്ളതും സവിശേഷതകളുള്ളതുമായ വളരെയേറെ ചടങ്ങുകൾ കൊണ്ട് ശ്രദ്ധേയവും സമ്പുഷ്ടവുമാണ് വൈശാഖ മഹോത്സവം. ശ്രീ പരശുരാമ മഹർഷിയും ശ്രീ ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും 7 അംഗങ്ങളും 4 ഉപാംഗങ്ങളുമാണുള്ളത്. കൂടാതെ അനുബന്ധമായി ചില സവിശേഷ ചടങ്ങുകളുമുണ്ട്. പ്രക്കൂഴം, നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ണാരമെഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലംവരവ്, കലശാട്ടം അതായത് തൃക്കലശാട്ട് എന്നിവയാണ് അംഗങ്ങൾ. ഉപാംഗങ്ങൾ ആരാധനകളായാണ് അറിയപ്പെടുന്നത്. തിരുവോണം, രേവതി, അഷ്ടമി, രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകൾ നടക്കുന്നു. രാത്രിയിൽ ആയില്യാർക്കാവിൽ നടക്കുന്ന ഗൂഢപൂജയാണ് പ്രക്കൂഴം നാളിൽ നടക്കുന്ന മറ്റൊരു വിശേഷ ചടങ്ങ്. അന്നേ ദിവസം അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിന് തൊട്ടുകിടക്കുന്ന ആയില്യാർക്കാവിൽ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഗൂഢപൂജയിൽ അപ്പട, അരിയും മഞ്ഞളും മറ്റ് ചേർത്ത് കനലിൽ ചുട്ടെടുക്കുന്ന ഒരു വിശേഷപ്പെട്ട നിവേദ്യമാണിത്. അത് നിവേദിക്കുന്നു. സതീദേവി യാഗവേദിയിലേക്ക് എഴുന്നള്ളുമ്പോൾ അകമ്പടി സേവിച്ച ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ആയില്യാർക്കാവിൽ പ്രത്യേകമായി നിഗൂഢ പൂജ നടത്തുന്നത്. എടവച്ചോതി നാളിൽ വയനാട്ടിലെ ശ്രീ മുതിരേരി കാവിൽ നിന്നും കൊട്ടിയൂരിലേക്ക് വാളെഴുന്നള്ളത്ത് നടക്കുന്നു. ദേവഹിതവും ആജ്ഞയും അനുസരിച്ച് ദക്ഷൻ്റെ യാഗശാലയും മറ്റും നിശേഷം നശിപ്പിച്ച് യാഗവിഘ്നം വരുത്തി ദക്ഷൻ്റെ കഴുത്ത് നിഷ്കരണം അറുത്തെടുത്ത വീരഭദ്രൻ തൻ്റെ ഉടവാൾ ചുഴറ്റിയെറിഞ്ഞു. അത് ചെന്ന് വീണത് വയനാടൻ മലമടക്കുകളിലുള്ള മുതിരേരി കാവിലാണെന്നാണ് വിശ്വാസം. ഈ വിശ്വാസമനുസരിച്ച് വൈശാഖ മഹോത്സവ നാളിൽ കാവിലെ പള്ളിയറയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ദിവ്യായുധം ഭക്തിപുരസരം എഴുന്നള്ളിക്കുകയും ഉത്സവം അവസാനിക്കുമ്പോൾ വാളാട്ടത്തിന് ശേഷം തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. മകന്നാൾ മുതലാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഗൂഢപൂജകൾ നടക്കുന്നത്. ഗൂഢപൂജ നടക്കുന്ന വേളയിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന
പാലമരത്തിൽ നിന്നും ഓം നമഃശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം കേൾക്കാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. ഈ പാലമരം ശിവപഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഓം നമഃശിവായ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.